ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഫുഡ് ട്രക്കിന്റെ കിച്ചണിനകത്താണ്. നമ്മുടെ യൂണിക്കോൺ കോച്ച് വർക്സിന്റെ ഏറ്റവും പുതിയ വർക്കാണ്. നമ്മുടെ തൃശ്ശൂരിലോട്ട് പോകുന്ന മോമോ ബഗ്ഗി എന്ന് പറഞ്ഞൊരു ഫുഡ് കാർട്ടാണിത്. തൃശ്ശൂരിലെ അവരുടെ തന്നെ ഒരു 3ാമത്തെ വണ്ടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്ത് ഇന്ന് വൈകിട്ട് കയറി പോവാണ്. ഫുള്ള് നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് റാപ്പ് ചെയ്തിട്ടേക്കുവാണ്. കാരണം നമ്മളൊരു സ്ക്രാച്ച് ഒന്നും വരുത്താതെ അവിടെ ഡെലിവറി ചെയ്യുന്ന വരെയുള്ള ഉത്തരവാദിത്വം നമ്മുടെയാണ്. അതിനുവേണ്ടി ഫുള്ള് നമുക്ക് വെളിയിൽ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ടുണ്ട്. വർക്കെല്ലാം തന്നെ 100% ഫിനിഷ് ചെയ്ത് കിടക്കുവാണ്. LED സ്ട്രിപ്പും കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞ രീതിയിലുള്ള എല്ലാ റിക്വയർമെന്റ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മോമോ ബഗ്ഗി എന്ന് പറഞ്ഞ ഈ ഒരു ഫുഡ് കാർട്ടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. അപ്പോൾ കാർട്ടിനകത്ത് കയറുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഇതാണ്. നമ്മുടെ മോമോ ബഗ്ഗിക്കാർ ആവശ്യപ്പെട്ട രീതിയിലുള്ള സ്റ്റവും കാര്യങ്ങളും നമുക്ക് ഈ ഒരു സൈഡിൽ നമ്മളൊരു 3 സ്റ്റവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു സ്റ്റവ്, അങ്ങനെ 4 സ്റ്റവ് ആണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റവ് എന്ന് പറയുമ്പോൾ മോമോസിന്റെ ആക്സിഡന്റ് ആണ്. പിന്നെ ഇവിടെ ഫ്രയർ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതിനുള്ള സംഭവങ്ങൾ 2 നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 2 വാഷ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇത്ര ഏരിയ എന്ന് പറയുമ്പോൾ ഇത് ജ്യൂസ് ഏരിയ ആണ് കേട്ടോ. അതിനാണ് ഈ ഒരു ഏരിയ പ്ലെയിൻ ആയിട്ട് ഇട്ടേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കൊടുത്തേക്കുന്ന മെഷീൻ ഇങ്ങനെ കൊടുത്തേക്കുന്ന മെഷീനിൽ അവർ നേരത്തെയുള്ള വണ്ടിക്കാലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുൾ ഇങ്ങനെ ഒരു അതിന്റെ വീഡിയോ നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാം. ഒരു ഗാർഡൻ പോലെ ചെറിയൊരു ഗ്രീൻ കളർ കുറെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ലോഗോ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സ്വിച്ചും കാര്യങ്ങളും ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം തന്നെ. പിന്നെ അതുപോലെ ഫുള്ള് നമ്മളൊരു LED സ്ട്രിപ്പ് ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ലൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഇത് ഇവിടെ 2 അങ്ങനെ മൊത്തത്തിലൊരു 6 ലൈറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് ഇവിടെയും വേറൊരു പവർ പ്ലഗ്, ഇവിടെയും വേറൊരു പ്ലഗ് പോയിന്റ് കാര്യങ്ങളും ഈ ഒരു സൈഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെക്കാം. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇത്ര ഏരിയ നമുക്ക് തുറക്കാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് ഓർഡർ എടുക്കുകയും അതുപോലെ തന്നെ അവരെ പൈസ വാങ്ങിക്കുകയും ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വെക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ഏരിയ നമുക്ക് ആൾക്കാരെ കാണാം. പിന്നെ ഇത് ഗ്ലാസ് ആണ് കേട്ടോ. ഇവിടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ 2 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഫുള്ള് അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചതിനകത്ത് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നല്ല കാണാനും നല്ല ഭംഗിയൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്ലോറിലും സെറ്റ് ചെയ്തേക്കുന്നുണ്ടല്ലോ. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഫ്ലോറും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. പിന്നെ ഇതിന്റെ അടിയിൽ തന്നെയാണ് നമ്മൾ വേസ്റ്റ് വാട്ടറിന്റെ ടാങ്കും ഈ ഒരു കാർട്ടിന്റെ അടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ഒരു കിച്ചണിന്റെ അടിഭാഗം. ഇതാണ് ഇവിടെ നമ്മൾ പവർ പ്ലഗും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ക്യാഷ് ട്രേയും കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ക്യാഷ് ട്രേയും കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്ന ഇതെല്ലാം തന്നെ കേട്ടോ. ക്യാഷ് ട്രേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെയും സിലിണ്ടർ വെക്കാം. അപ്പോൾ ഇവിടെയും സിലിണ്ടറും കാര്യങ്ങളെല്ലാം തന്നെ വെക്കാവുന്നതാണ്. പിന്നെ ഇവിടെ നമ്മളൊരു ഏരിയ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെ മുകളിലൊരു ഏരിയ തട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫുള്ളായിട്ട് ഇവിടെ എല്ലാം നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയുള്ള തട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 2 എക്സോസ്റ്റ് ഫാന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർട്ട് നിർമ്മിച്ചിരിക്കുന്ന ഫുള്ള് ഫൈബറിലാണ്. ഫ്ലോർ വെച്ചിട്ട് ബാക്കിയെല്ലാം തന്നെ ഫൈബറും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ SS-ലാണ്, അതായത് ഫുഡ് ഗ്രേഡ് SS-ലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. ഈ സ്റ്റീലിൻ്റെ കിച്ചണിൻ്റെയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ വേസ്റ്റ് വാട്ടർ ആയിട്ട് പോകുന്ന ആ ഒരു പൈപ്പും കാര്യങ്ങളാണ് ഇത്. പിന്നെ അടിയിൽ നമ്മളൊരു ടാങ്ക് ഉണ്ട് വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും എല്ലാം ഈ സൈഡിലെല്ലാം ഉണ്ട്. മാക്സിമം അവർ പറഞ്ഞതനുസരിച്ച് മാക്സിമം ഇവിടെ എല്ലാം നമുക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഈ സെക്ഷൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി, അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെയാണ് ഈ ഒരു പോർഷൻ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ മുകളിലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ സ്ഥലം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കാർട്ടിന്റെ അകവശം. ഇതൊരു പവറിന്റെ പ്ലഗ് പോയിന്റ്. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ അവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ മൊത്തത്തിൽ 4 ബേണർ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫുഡൊക്കെ ഡെലിവറി ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്ന പോയിന്റ്. പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും മോമോസും ഒക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു പോയിന്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കാർട്ടിനകത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പവർ യൂണിറ്റ് വരുന്നത്. ഇത് ചാർജിങ്ങിന് വേണ്ടിയിട്ട് കാര്യങ്ങളിൽ ഇതൊരു പവർ യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് ഫുള്ള് നമ്മൾ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഡെലിവറി ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പോകുന്ന വഴിക്ക് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫുള്ള് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീടെല്ലാം കണ്ടല്ലോ. അങ്ങനെ ഇത് നമ്മുടെ വേസ്റ്റ് വാട്ടർ ഔട്ട് പോകുന്നതാണ് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നമുക്ക് ഓപ്പൺ ചെയ്താൽ വേസ്റ്റ് വാട്ടർ നമുക്ക് പമ്പ് ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പൈപ്പ് വെച്ചോ എങ്ങനെയുള്ള നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് വെളിയിൽ നിന്നുള്ള കാഴ്ചയും കാര്യങ്ങളെല്ലാം കണ്ടത്. പിന്നെ അതുപോലെ നമ്മുടെ കാർട്ട് ഇങ്ങനെ ഏതെങ്കിലും വണ്ടിയിൽ ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാർട്ടിൻ്റെ ആ ഒരു ഹുക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രശ്നമായിട്ട് വന്നേക്കാം. ഇതെല്ലാം തന്നെ അടുത്ത ദിവസം പോകേണ്ട ഫുഡ് ട്രക്കുകളാണ്. പിന്നെ ഹേഴ്സുകളുണ്ട്. പിന്നെ വേറെ കാർട്ടുകളൊക്കെ വരുന്ന ദിവസങ്ങൾ അതെല്ലാം നമ്മളൊന്ന് കാണിക്കാം. ഇതിന്നിപ്പോൾ വൈകിട്ട് ഇപ്പോൾ കയറി പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്നൊരു വീഡിയോ എടുത്തത്. കാരണം അതിനാണ് ഇങ്ങനെ ഫുള്ള് റാപ്പ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഇത് ഫുള്ള് നമ്മളിങ്ങനെ വീണ്ടും റാപ്പ് ചെയ്തിട്ട് സേഫായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ്. പിന്നെ ഇതുകൂടാതെ മോമോ ബഗ്ഗിയുടെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ലോഗോയും കാര്യങ്ങളൊക്കെ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം വരും ഇതിൻ്റെ മുകളിലായിട്ട് കേട്ടോ.
പിന്നെ വേണേൽ എക്സ്ട്രാ വേണേൽ ലൈറ്റ് ഇടും. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ത് പറയുന്നു അതനുസരിച്ച് നമുക്ക് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഫുള്ള് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ യൂണിക്കോൺ കോച്ച് വർക്സിലെ മോമോ കാർട്ട്, ഇപ്പോൾ ഇന്ന് തൃശ്ശൂരോട്ട് പോകുന്ന നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്, അവർക്ക് വേണ്ടി പോകുന്ന കാർട്ടാണ് ഈ കാണുന്നത്. ഈ ഒരു കാർട്ടിൻ്റെ ഇതാണ്, ഈ ഒരു സൈഡാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്താണ് നമ്മൾ ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. നമുക്ക് ആൾക്കാർ വന്ന് നിന്നിട്ട് ഓർഡർ എടുക്കുന്നു, അതുപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്നു ഒക്കെ സെക്ഷൻ ഈ ഒരു ഇതാണ്. ഫുൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. പിന്നെ ഇത് ഗ്ലാസ് ഉണ്ട്, ഈ സൈഡിലും ഗ്ലാസ്, ഈ ഒരു സൈഡിലും ഗ്ലാസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള കാർട്ടുകൾ, നമ്മൾ ഇതിൻ്റെ നേരത്തെ ചെറിയ കാർട്ടുകൾ നമ്മൾ ടീ കാർട്ടുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ കാർട്ട് പണി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പണി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ താമസിയാതെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോമോ ബഗ്ഗി കാർട്ടിൻ്റെ, ഫുഡ് കാർട്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് വൈകിട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ, അതായത് ഫുഡ് കാർട്ട് ആയിക്കോട്ടെ, ഫുഡ് ട്രക്ക് ആയിക്കോട്ടെ, ക്യാരൺ ആയിക്കോട്ടെ, ഹേഴ്സ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ലീഗലായിട്ട്, അതായത് MVD പിടിക്കാത്ത രീതിയിൽ ലീഗലായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിക്കോൺ കോച്ച് വർക്സുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പുതിയ വർക്കുമായിട്ടൊക്കെ വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ്. നമ്മുടെ കറക്റ്റ് ഈ ഒരു യൂണിക്കോൺ കോച്ച് വർക്സ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിലാണ് കേട്ടോ. വീഡിയോയ്ക്ക് അത് നമ്പറുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.